വായനയുടെ ലോകത്തേക്ക് സ്വാഗതം. ഈ അവധിക്കാലം നല്ല നല്ല കഥകൾ കേട്ട് നമ്മുടെ മനസ്സിനെ തിരികെ ആ വായനയുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് എത്തിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി വായിക്കുന്ന കഥ ഒരു കൊച്ചു കഥയാണ്. അതിലെ സാരാംശവും നിങ്ങളെ ഒരുപാട് അനുഭവങ്ങളിലേക്ക് നയിക്കും. സ്വാർത്ഥതയുടെ മൂർത്തിഭാവമായിരുന്നു അയാൾ. തൻകാര്യമല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്ത മനുഷ്യൻ. അയാൾ ഒരു മാനസിക രോഗിയായി തീരുവാൻ അധികം കാലതാമസം വേണ്ടി വന്നില്ല. മുഖത്ത് എപ്പോഴും ഒരു മ്ലാനത. ശരിയായ ഊണില്ല, രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടും. മറ്റുള്ളവരുമായുള്ള സമ്പർക്കം തീരെ ഇഷ്ടമില്ല. മാതാപിതാക്കന്മാരും ബന്ധുമിത്രാദികളും അയാളെ പല ഡോക്ടർമാരെയും അടുക്കൽ കൊണ്ടുപോയി. പല നേർച്ച കാഴ്ചകൾ അയാൾക്ക് വേണ്ടി സമർപ്പിച്ചു. അവസാനം അയാൾ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം അയാളുടെ ചരിത്രം മുഴുവൻ ക്ഷമയോടെ ശ്രദ്ധിച്ചു കേട്ടു. പിന്നീട് സ്വല്പനേരത്തെ മൗനത്തിനു ശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ 2 മാസം ഒരു സുഖവാസ സ്ഥലത്തേക്ക് ചെന്ന് വിശ്രമിക്കണം. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അയാൾ അത്യാവശ്യ സാധനങ്ങളും ഒരുക്കി ഒരു വിശ്രമ കേന്ദ്രത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. സാവകാശം അയാൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. വണ്ടി വരുവാൻ 1 മണിക്കൂർ താമസമുണ്ട്. ചിന്താമോഹനായി പ്ലാറ്റ്ഫോമിലൂടെ അയാൾ സമയം കളയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു മൂലയിൽ വൃദ്ധയായ ഒരു സ്ത്രീ ഏങ്ങിക്കരയുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടു. അടുത്ത് ചെന്ന് വിവരം ചോദിച്ചറിഞ്ഞു. അവർ പറഞ്ഞു, ഈ പട്ടണത്തിൽ എൻ്റെ മകൻ താമസിക്കുന്നുണ്ട്. ഞാൻ ദൂരെ നിന്ന് വരികയാണ്. മകന്റെ മേൽവിലാസം നഷ്ടപ്പെട്ടതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എന്തു ചെയ്യും? എങ്ങനെയാണ് ഇവരെ സഹായിക്കുക? അവൻ ചിന്തിച്ചു. ആ സ്ത്രീയിൽ അയാൾക്ക് അലിവ് തോന്നി. ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് പേര് കണ്ടുപിടിച്ചു. വൃദ്ധയെ അവരുടെ മകന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ തീരുമാനിച്ചു. അയാൾ തന്നെ ടാക്സി വിളിച്ചു. വഴിമധ്യേ കാർ നിർത്തി ഏതാനും പഴങ്ങൾ വാങ്ങി വൃദ്ധയ്ക്ക് കൊടുത്തു. മകന് സമ്മാനിക്കുവാൻ ആ വൃദ്ധ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയുമുണ്ടോ മനുഷ്യരെന്ന്. വൃദ്ധയെ വീട്ടിലാക്കിയിട്ട് അയാൾ തിരിച്ചു പോന്നു. വീട്ടിലെത്തിയ അയാൾ പുതിയൊരു മനുഷ്യനായി തീർന്നിരുന്നു. തൻ്റെ ചിന്താമൂകതയും ഭയവും അപ്രത്യക്ഷമായതുപോലെ പതിവില്ലാത്തൊരു സന്തോഷം ഹൃദയത്തിൽ, പുതിയൊരു സംതൃപ്തിയും പ്രശാന്തിയും. വിശ്രമ സ്ഥലത്തേക്ക് പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഉപദേശം നൽകിയ ഡോക്ടർക്കെഴുതി, ഡോക്ടർ, എൻ്റെ രോഗം വിട്ടുമാറിയിരിക്കുന്നു. ഞാനിപ്പോൾ പരമസന്തുഷ്ടനാണ്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതാണ് എൻ്റെ ആനന്ദം. അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്ന ചികിത്സ. സ്വാർത്ഥതയായിരുന്നു എൻ്റെ രോഗം. സ്വാർത്ഥത മനുഷ്യനെ നശിപ്പിക്കും. സേവനം അവനവനും അന്യർക്കും ഒരുപോലെ നന്മ വരുത്തും. സേവന നിർഭരമായ ജീവിതം എത്രയോ ധന്യമാണ്.